വെൽക്കം ടു MJS ലേണിംഗ് സ്പോട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞ പുതിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ട്രാൻസ്പോസ്. അപ്പോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എൻ്റെ കയ്യിലുണ്ട് എന്ന് വെച്ചോ. അപ്പോൾ അതിൻ്റെ എ ട്രാൻസ്പോസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എ റേസ് ടു ടി എന്നാണ് എ ട്രാൻസ്പോസിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എ ഡാഷ്, ഇങ്ങനൊരു എ ഡാഷ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇത് രണ്ടും യൂസ് ചെയ്യാം. പക്ഷേ കോമൺലി ഈ എ റേസ് ടു ടി ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ എ ട്രാൻസ്പോസ്. അപ്പോൾ ഈ എ ട്രാൻസ്പോസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഭയങ്കര വലിയ സംഭവമാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കും ഈ പേര് കേൾക്കും. പക്ഷേ അത്രയൊന്നുമില്ല. സംഭവം വളരെ നിസ്സാരമാണ്. ഒന്നുമില്ല. എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ റോസും കോളംസും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് എ ട്രാൻസ്പോസ് ഉത്തരം കിട്ടി. എങ്ങനെ? ഇൻ്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ് നമുക്ക് എന്ത് കിട്ടി? എ ട്രാൻസ്പോസ് കിട്ടി. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് 1 2 3 4 5 6 ഒരു മെട്രിക്സ്. ഇത് എത്രയാണ്? 2/3 ഓർഡറുള്ളൊരു മെട്രിക്സ് ആണല്ലേ. ഇതിൻ്റെ എ ട്രാൻസ്പോസ് എടുക്കാൻ പറഞ്ഞ് എന്ത് ചെയ്യും? എ ട്രാൻസ്പോസ് ഈസിക്കൽ ടു റോസും കോളംസും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ റോസ് നോക്കിയിട്ട് അത് കോളമാക്കി എഴുതുക, അല്ലെങ്കിൽ കോളംസ് നോക്കിയിട്ട് അത് റോസാക്കി എഴുതുക. അതായത് ഇത്രേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് റോ എടുത്തു 1 2 3. അപ്പോൾ ഇത് ഫസ്റ്റ് റോ അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് റോയിനെ ഞാൻ ഫസ്റ്റ് കോളമാക്കി എഴുതി ഇവിടെ 1 2 3. ഇത്രേ ഉള്ളൂ. സെക്കൻഡ് റോ എടുത്തു, അതിനെ ഇവിടെ സെക്കൻഡ് കോളമാക്കി എഴുതി 4 5 6. ഉത്തരം കിട്ടി. ഇത്രേ ഉള്ളൂ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഞാൻ റോസ് എടുത്തിട്ട് കോളമാക്കിയപ്പോൾ ഈ ഉത്തരം കിട്ടി. ഇത് നിങ്ങൾക്ക് കോൾ എടുത്തിട്ട് റോസാക്കി എഴുതാം. അങ്ങനെ എഴുതിയാൽ ഈ ഉത്തരം തന്നെ കിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് പറയാൻ വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നോക്കിയത് റോ എടുത്തിട്ട് അത് കോളമാക്കിയാൽ മതി. എന്നാലും കോൾ എടുത്തിട്ട് റോ ആക്കി നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് കോൾ എടുത്തു, ഫസ്റ്റ് റോ ആക്കി അല്ലേ. സെക്കൻഡ് കോൾ എടുത്തു, സെക്കൻഡ് റോ ആയിട്ട് എഴുതി. തേർഡ് കോൾ എടുത്തു, അത് തേർഡ് റോ ആയിട്ട് എഴുതി. ഇതാ ഉത്തരം സെയിം അല്ലേ. അപ്പോൾ എങ്ങനെ ആലോചിച്ചാലും നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പോൾ അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതണം. അത്രേ ഉള്ളൂ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാനുണ്ട്. ആ പ്രോപ്പർട്ടീസ് എന്താണെന്ന് വെച്ചാൽ എ ട്രാൻസ്പോസ് ഓഫ് ഓൾ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ എന്ത് കിട്ടും നോക്കുക. അതായത് എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു, അതിനെ ഒന്നും കൂടി ട്രാൻസ്പോസ് എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ ഒന്നും കൂടെ ട്രാൻസ്പോസ് എടുത്തേ. റോസിനെ കോളമാക്കി എഴുതണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളമാക്കി എഴുതി, സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളമാക്കി എഴുതി, തേർഡ് റോയിനെ തേർഡ് കോളമാക്കി എഴുതി. ഇതെന്താ? എ തന്നെയല്ലേ. ഈസിക്കൽ ടു എ. നമുക്ക് എ തന്നെ കിട്ടുമല്ലേ. അപ്പോൾ എ ട്രാൻസ്പോസ് ഓഫ് ട്രാൻസ്പോസ് എ തന്നെ കിട്ടും. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ ഒരു സ്കെയിലാർ ഇൻറ്റു എ ഓൾ ട്രാൻസ്പോസ്. കെ എന്ന് പറഞ്ഞ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി, ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് ഇൻറ്റു ഒരു മെട്രിക്സ് എ, അതിൻ്റെ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഈ കെ നമുക്ക് പുറത്ത് എഴുതാം. കെ ഇൻറ്റു എ ട്രാൻസ്പോസിന് തുല്യമാണ്. കെക്ക് ട്രാൻസ്പോസ്, ഒരു സ്കെയിലാറിന് ട്രാൻസ്പോസ് ഉണ്ടോ? ഇല്ല. മെട്രിക്സിനാണ് ട്രാൻസ്പോസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കെ ഇൻറ്റു എ ഓൾ ട്രാൻസ്പോസ് എന്നാണെങ്കിൽ പോലും കെ നമുക്ക് പുറത്ത് എഴുതാം. കെ ഇൻറ്റു എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചാൽ മതി. ഇനി തേർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എ ഇൻറ്റു ബി ഓൾ ട്രാൻസ്പോസ് ഈസിക്കൽ ടു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബി ട്രാൻസ്പോർട്ട് ഇൻറ്റു എ ട്രാൻസ്പോസ്. എ ഇൻറ്റു ബി ട്രാൻസ്പോസ് ഈസിക്കൽ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് പലർക്കും തിരിഞ്ഞു പോകും. കാരണം എ ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്ന് പെട്ടെന്ന് എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെക്കരുത്. ഇത് നേരെ തിരിച്ച് ചെയ്ത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസാണ്. കാരണം ഇത് നമുക്ക് എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്ന് എഴുതാൻ പറ്റുമായിരുന്നു എങ്ങനെയാണെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ. പക്ഷേ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിയപ്പം ഞാൻ പറഞ്ഞല്ലേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറഞ്ഞു. അതായത് എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി കാരണമാണ് നമുക്കിത് തോന്നിയതുപോലെ എഴുതാൻ പറ്റാത്തത്. അപ്പോൾ എ ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് തന്നെ എഴുതണം, അല്ലെങ്കിൽ അത് മാറിപ്പോവും. ഇപ്പോൾ ഇത് ബി എ ഓൾ ട്രാൻസ്പോസ് ആയിരുന്നെങ്കിലോ, അപ്പം എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് ചെയ്യണം അല്ലേ. ഇത്രയും ചെയ്യണം. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഫോർത്ത് പ്രോപ്പർട്ടി എന്താണ്? എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു A plus B all transpose is equal to A transpose plus B transpose.
എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസാണ് നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കാനുള്ളത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് നിങ്ങൾക്ക് മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു ഓൾറെഡി. അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്പോസ് വെച്ചിട്ട് ഒരു ബേസിക്, ഇത് വളരെ സിമ്പിളാണല്ലേ. അപ്പോൾ ഒരു 1-2 പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. അന്നേരം ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. 2 മെട്രിക്സ് തന്നിട്ടുണ്ടല്ലേ, എയും ബിയും. നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും. സിമ്പിളാണല്ലേ. പിന്നെ ഷോ ദാറ്റ് എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു, ഇത് നമ്മളിപ്പോൾ പഠിച്ച 2 പ്രോപ്പർട്ടീസാണ്, അത് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഷോ ദാറ്റ് പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. ഷോ ദാറ്റ് പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാണ്, അത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അല്ലാതെ ലാസ്റ്റ് ചെയ്യുമ്പോൾ നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞൊന്നും കിട്ടത്തില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ വേരിഫൈ അങ്ങനത്തെ വാക്കുകൾ വരണം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്ന് ചെയ്ത് നോക്കാം. സോ എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? എയിൻ്റെ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി അല്ലേ. റോസ് കോളംസ് ആക്കി എഴുതുക അല്ലേ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളാക്കി എഴുതി, സെക്കൻഡ് റോ സെക്കൻഡ് കോളാക്കി എഴുതി. ഇതാണ് എ ട്രാൻസ്പോസ്. ബി ട്രാൻസ്പോസോ അതേപോലെ തന്നെ അല്ലേ, സിമ്പിളായിട്ട് നമുക്ക് കിട്ടും അല്ലേ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളാക്കി എഴുതി, സെക്കൻഡ് റോ സെക്കൻഡ് കോളാക്കി എഴുതി. അപ്പോൾ അത് കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഷോ ദാറ്റ് അല്ലേ. എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈസിക്കൽ എ ട്രാൻസ്പോസ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എ പ്ലസ് ബി ആദ്യമേ കണ്ടുപിടിക്കുക. എ പ്ലസ് ബി എന്താ കിട്ടുക? എ പ്ലസ് ബി 1 2 0 -1 പ്ലസ് 2 -2 3 -1 പ്ലസ് മെട്രിക്സ് അഡീഷൻ നമുക്ക് എല്ലാവർക്കും അറിയില്ല. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, ആൻസർ ചെയ്താൽ 0 3 -1 പ്ലസ് -1 പ്ലസ് -1 -2 എ പ്ലസ് ബി കിട്ടി. ഇനി എ പ്ലസ് ബി ട്രാൻസ്പോസ് എങ്ങനെ കിട്ടും? ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക അല്ലേ. ഈ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളാക്കി ഞാൻ എഴുതി, സെക്കൻഡ് റോ സെക്കൻഡ് കോളാക്കി എഴുതി. അപ്പോൾ ഇത് ഇക്വേഷൻ 1 ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ വേണ്ടേ? എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് അല്ലേ. എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം അത് ജസ്റ്റ് കൂട്ടിയാൽ മതി. എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ഈക്വൽ ടു എന്താ ഇവിടെ ഉണ്ടല്ലേ, 1 0 2 -1 പ്ലസ് 2 3 -2 -1. എന്ത് കിട്ടും ഉത്തരം? 3 3 0 -2. അപ്പോൾ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ഇത് കിട്ടി. ഇക്വേഷൻ 2 കിട്ടി അല്ലേ. റൈറ്റ് ഹാൻഡ് സൈഡും കിട്ടി. അപ്പോൾ ഫ്രം 1 and 2 നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ 1 ഇക്വേഷൻ 2 നോക്കിക്കേ, സെയിം മെട്രിക്സ് അല്ലേ കിട്ടിയേ. അപ്പം ഇത് രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫ്രം 1 and 2 എന്ത് പറയാം? ഇത് പ്രൂവ്ഡ് ശരിയാണെന്ന് പറയാം അല്ലേ. എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കിട്ടി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് എ ഇൻറ്റു ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അപ്പോൾ അതേപോലെ തന്നെ എ ഇൻറ്റു ബി ആദ്യം കണ്ടുപിടിക്കുക. എ ഇൻറ്റു ബി 1 2 0 -1 ഇൻറ്റു 2 -2 3 -1. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാം അല്ലേ. ഞാൻ എല്ലാ ക്ലാസ്സിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പം 1 × 2 2 പ്ലസ് 2 പ്ലസ് 6, പിന്നെ 1 × -2 -2 പ്ലസ് -2 0 പ്ലസ് -3 0 പ്ലസ് -1 × 1. അപ്പോൾ എന്ത് കിട്ടി? 8 0 0 അല്ല -4 അല്ലേ. -2 -2 -4 ഇത് -3 1 ഇങ്ങനെ കിട്ടി. എ ഇൻറ്റു ബി. അപ്പോൾ എ ഇൻറ്റു ബി ട്രാൻസ്പോസ് അല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ എ ബി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതും അല്ലേ. 8 -4 -3 1 ഇക്വേഷൻ 1 എന്ന് കിട്ടി. ഇനി എന്താ വേണ്ടേ? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അപ്പോൾ ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് 2 3 -2 -1 എ ട്രാൻസ്പോസ് 1 0 2 -1. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 1 2 8 2 × 1 2 പ്ലസ് 3 × 2 6 0 പ്ലസ് -3 -2 പ്ലസ് -1 -2 0 പ്ലസ് -1 1
എന്ത് കിട്ടും? 8 - 3 - 4 1 B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ്. ഇക്വേഷൻ 2. അപ്പോൾ 1 ഉം 2 ഒന്ന് നോക്കിക്കേ, സെയിം മെട്രിക്സ് അല്ലേ കിട്ടിയേ, സെയിം ആണല്ലോ കിട്ടിയേ. അപ്പോൾ ഫ്രം 1 and 2 നമുക്ക് എന്ത് ചെയ്താം? ഫ്രം 1 and 2 നമുക്ക് എന്ത് ചെയ്താം? AB ഓൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ചോദ്യങ്ങളെ ഈ ടോപ്പിക്കിൽ നിന്ന്, ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ ഈ ടോപ്പിക്കിൽ നിന്ന് വരുള്ളൂ. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ എന്ന് പറഞ്ഞത് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സ് എല്ലാം ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണല്ലേ. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കും ഷോ ദാറ്റ് A ഇൻറ്റു A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് ഇൻറ്റു A ഈസ് ഈക്വൽ ടു I എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും പ്രൂവ് ചെയ്യണം അല്ലേ. A ഇൻറ്റു A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു I എന്നും A ട്രാൻസ്പോസ് ഇൻറ്റു A ഈസ് ഈക്വൽ ടു I എന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ A എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്, അപ്പോൾ A ട്രാൻസ്പോസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സൊല്യൂഷനിൽ A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു, A ട്രാൻസ്പോസ് സിമ്പിൾ അല്ലേ, റോസ് കോളംസ് ആക്കി ചെയ്തത് അല്ലേ. അപ്പോൾ കോസ് ആൽഫ സൈൻ ആൽഫ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കി എഴുതി, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കി എഴുതി. അപ്പം A ട്രാൻസ്പോസ് കിട്ടി. ഇനി A ഇൻറ്റു A ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം അല്ലേ. A ഇൻറ്റു A ട്രാൻസ്പോസ്, A കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ ഇൻറ്റു A ട്രാൻസ്പോസ് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. അപ്പോൾ ഇത് ഇൻറ്റു ചെയ്യാം, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ഇത് ഇൻറ്റു ഇത് പ്ലസ് അല്ലേ, കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ കോസ് സ്ക്വയർ ആൽഫ, പിന്നെ സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഞാനിനി പറയണ്ടല്ലോ അല്ലേ, ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാണ്. അപ്പം നിങ്ങളിത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അടുത്തത് മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ പ്ലസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഇത് മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ സൈൻ ആൽഫ. അടുത്തതോ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ആൽഫ പോസിറ്റീവ് സൈൻ സ്ക്വയർ ആൽഫ, കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ. അപ്പോൾ ഇവിടെയാണ് ഞാൻ മുമ്പും ഇങ്ങനത്തെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ പറഞ്ഞു നമുക്ക് ഇങ്ങനെ വന്ന് പിന്നെ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ട്രിഗ്നോമെട്രി അറിഞ്ഞിരിക്കണം. ട്രിഗ്നോമെട്രി അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഇത് ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ ഫസ്റ്റ് ടേം നോക്കിക്കേ, ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ട്രിഗ്നോമെട്രി പഠിച്ചപ്പോൾ +1 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു അല്ലേ, അല്ലെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതേ സാധനമല്ലേ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ആ ഐഡൻറ്റിറ്റി വെച്ചിട്ട് നമുക്ക് 1 എന്ന് എഴുതിക്കൂടെ. പിന്നെ ഇത് സൈൻ ആൽഫ, അതായത് മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫയും ഇവിടെ പ്ലസ് സൈൻ ആൽഫയും കോസ് ആൽഫയും. അതായത് ഇത് തന്നെ ഈ മൈനസ് എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ രണ്ടും വെട്ടിപ്പോയി 0 എന്ന് എഴുതില്ല നമ്മൾ. അതേപോലെ തന്നെ ഇത് മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ, ഈ കോസ് ആൽഫ സൈൻ ആൽഫ ഇതാ ഇവിടെയും കോസ് ആൽഫ സൈൻ ആൽഫ തന്നെയല്ലേ വന്നേക്കുന്നത്. രണ്ടും സെയിം ടേമാണ്, പക്ഷേ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ്. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോകും അല്ലേ, അപ്പോൾ 0 കിട്ടും. അപ്പോൾ ഇത് സെയിം ലോജിക്ക്, മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ ഇവിടെ പോസിറ്റീവ് സൈൻ ആൽഫ കോസ് ആൽഫ 0. എന്താ ഇത് ഈ സെയിം ടേം അല്ലേ, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതെന്താ 1 0 0 1. ഇതെന്ന് പറഞ്ഞാൽ യൂണിറ്റ് മെട്രിക്സ് അല്ലേ, ഐ ആന്ന് കിട്ടിയല്ലേ. അപ്പോൾ A ഇൻറ്റു A ട്രാൻസ്പോസ് I എന്ന് കിട്ടി. അതേപോലെ A ട്രാൻസ്പോസ് ഇൻറ്റു A എന്ന് ചെയ്ത് നോക്കി. A ട്രാൻസ്പോസ് ഇൻറ്റു A ഈസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ ഇൻറ്റു A എന്ന് പറഞ്ഞാൽ കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ, പിന്നെ കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഇനി ഇതോ സൈൻ ആൽഫ കോസ് ആൽഫ മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ, പിന്നെ ഇത് സൈൻ സ്ക്വയർ ആൽഫ
പ്ലസ് കോസ് സ്ക്വയർ ആൽഫ. നോക്കിക്കേ, ഇത് ഈ ഫോർമുല അല്ലേ, ഈസിക്കൽ ടു 1. ഇതും വെട്ടിപ്പോയി, അപ്പോൾ 0. ഇതും വെട്ടിപ്പോയി 0. പിന്നെന്താ ഇത് ഈ ഫോർമുല തന്നെയല്ലേ 1. അപ്പോൾ ഇതും ഐന്ന് കിട്ടിയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഹെൻസ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് പറഞ്ഞത് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈസിക്കൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈസിക്കൽ ടു ഐ ആണ് നമുക്ക് കിട്ടിയല്ലേ. അപ്പം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഒരു പ്രോബ്ലം അല്ലെങ്കിൽ 2 പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് ചെയ്തു നോക്കാനായിട്ട് തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ അതെ, ഇതിനകത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ കണ്ടീഷൻസ് തന്നെ ഇത് ആ പ്രോപ്പർട്ടീസ് ആണല്ലേ. അപ്പോൾ ഇത് ഷോ ദാറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പ്രൂവ് ചെയ്ത് കാണിക്കുക. എയും ബിയും തന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞ കോൺസെപ്റ്റുകളാണ്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക, ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം എല്ലാ കൊല്ലവും തന്നെ മിക്കവാറും ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കുറവാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സിമെട്രിക് മെട്രിക്സ് നോക്കാം. സിമെട്രിക് മെട്രിക്സ്. അപ്പം സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അത് സ്ക്വയർ മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ് അല്ലാത്തതിനൊന്നും സിമെട്രിക് മെട്രിക്സ് ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഇതുണ്ടാവുള്ളൂ. സ്ക്വയർ മെട്രിക്സ് ആണ്. അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ. എ ട്രാൻസ്പോസ് ചെയ്യുമ്പം എ എന്ന് തന്നെ കിട്ടുവാണെങ്കിൽ ആ മെട്രിക്സിനെയാണ് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇത് സ്ക്വയർ മെട്രിക്സിന് മാത്രമേ സിമെട്രിക് മെട്രിക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. സ്ക്വയർ മെട്രിക്സ് അല്ലാത്ത മെട്രിക്സുകൾക്കൊന്നും ഇതില്ല. അതായത് 1/1, 2/2, 3/3, 4/4, 5/5 അങ്ങനെയുള്ള സ്ക്വയർ മെട്രിക്സസിന് മാത്രമേ ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഒരു മെട്രിക്സ് തന്നിട്ട് നിങ്ങളോട് പറയുകയാണ് അത് സിമെട്രിക് മെട്രിക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? സിമെട്രിക് മെട്രിക്സ് ആണോ എന്ന് നോക്കണമെങ്കിൽ എ ട്രാൻസ്പോസ് ഈസിക്കൽ ടു എ ആണെങ്കിൽ അത് സിമെട്രിക് മെട്രിക്സ് ആണ് അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. A1 A2 A3 A2 A3 A4 A5 A6. ഇത് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഞാൻ നിങ്ങൾക്ക് തരുവാണ്. നിങ്ങളോട് ഞാൻ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കാൻ പറയുക. ഒന്ന് എടുത്ത് നോക്കിയ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതണം അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് റോയിനെ ഞാൻ ഫസ്റ്റ് കോളമാക്കി എഴുതാൻ പോവാണ്. A1 A2 A3. സെക്കൻഡ് റോയിനെ ഞാൻ സെക്കൻഡ് കോളമാക്കി എഴുതി A5. തേർഡ് റോയിനെ ഞാൻ തേർഡ് കോളമാക്കി എഴുതി A5 A6. നിങ്ങൾ നോക്കിക്കേ, ഇത് രണ്ടും സെയിം അല്ലേ. പിന്നെ എനിക്ക് എ തന്നെയല്ലേ കിട്ടി. അപ്പോൾ എ ട്രാൻസ്പോസ് ചെയ്തപ്പോൾ എ തന്നെ കിട്ടി. അപ്പം ഇങ്ങനെ എഴുതുന്ന, അപ്പോൾ ഇതാണ് അതിൻ്റെ ജനറൽ റെപ്രസെൻറ്റ്. നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് A1 A2 A3, ഇങ്ങോട്ടും A2 A3 തന്നെ ആയിരിക്കണം. ഇവിടെ A4 വന്നു, A5, അപ്പോൾ ഇതിൻ്റെ താഴെ A5 തന്നെ ആയിരിക്കണം. അപ്പോൾ അതായത് ഈ ഡയഗണൽ എലമെൻറ്റ്സ് അല്ലേ, സ്ക്വയർ മെട്രിക്സിലുള്ളൊരു സംഭവമാണ് ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ ഈ ഡയഗണൽ എലമെൻറ്റ്സ് ഒരു മിററായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് നോക്കിക്കേ, ഇവിടെ A2, ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് മിറർ ഇമേജസ് അല്ലേ. അപ്പം അങ്ങനെ വരുന്നതാണ് സിമെട്രിക് മെട്രിക്സ്. ഇതുണ്ടോ, ഇവിടെ A2 ഇവിടെ A2, ഇവിടെ A3 ഇവിടെ A3, ഇവിടെ A5 ഇവിടെ A5. അപ്പോൾ ഇതാണ് സിമെട്രിക് മെട്രിക്സിൻ്റെ ബേസിക് സംഭവം പറയാനാണ്. ഇനി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ അത് സ്ക്വയർ മെട്രിക്സിനാണ് കേട്ടോ ആപ്ലിക്കബിൾ. സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് നോക്കേണ്ട തന്നെ കാര്യമുള്ളൂ. അത് സ്ക്വയർ മെട്രിക്സിൽ മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കണ്ടീഷൻ എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് -a കിട്ടുവാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എ ട്രാൻസ്പോസ് ചെയ്ത് -a കിട്ടണം. അപ്പോൾ ജനറലായിട്ടൊന്ന് എഴുതി വെക്കാം. എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഞാൻ എന്താ 0 A1 A2 -A1 -A2 A3 -A3 0. അപ്പോൾ ഞാൻ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആക്കി എടുത്തില്ലേ. അങ്ങനെ എഴുതിയാലേ അത് സ്ക്യൂ സിമെട്രിക് ആവുള്ളൂ. കാരണം ഇതാ എ ട്രാൻസ്പോസ് എടുത്ത് നോക്ക്. എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു റോ ഞാൻ കോളാക്കി 0 A1 A2 -A1 0 A3. തേർഡ് റോവിനെ ഞാൻ തേർഡ് കോളാക്കി ഇവിടെ എഴുതി 0.
ഇത് നോക്കിക്കേ, എ ട്രാൻസ്പോസ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടില്ലേ, ഇവിടെ പോസിറ്റീവ് ആയിരുന്നതൊക്കെ ഇവിടെ നെഗറ്റീവായി, ഇവിടെ നെഗറ്റീവ് ആയിരുന്നതൊക്കെ ഇവിടെ പോസിറ്റീവായി. അപ്പോൾ നമുക്ക് നെഗറ്റീവ് എ ഒന്ന് എടുത്തു നോക്കാം. നെഗറ്റീവ് എ എന്ന് പറഞ്ഞാൽ -1 × എ എന്നല്ലേ അർത്ഥം. അതായത് -1 × എ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താണ്? ഇത് 0 A1 A2 -A1 -A2 0 0. അപ്പോൾ ഒരു സ്കെയിലാർ ഇൻറ്റു ഒരു മെട്രിക്സ്, ഒരു സ്കെയിലാർ ഇൻറ്റു മെട്രിക്സ് പറഞ്ഞാൽ ഈ സ്കെയിലാറിനെ എല്ലാ എലമെൻസും വെച്ച് ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 -A1 -A2 A1 A2 A3 -A3, ഇവിടെ A3 കിട്ടും 0. ഇത് നോക്കിക്കേ, -A ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ട്രാൻസ്പോസ് കിട്ടിയല്ലേ. അപ്പോൾ എ ട്രാൻസ്പോസ് ചെയ്തപ്പോഴും -A ചെയ്തപ്പോഴും ഈ സെയിം ഉത്തരം തന്നെയാണ് കിട്ടിയത്. അപ്പം നമുക്ക് ഇത് പറഞ്ഞൂടെ, എ ട്രാൻസ്പോസ് =- എന്ന് തന്നെ പറഞ്ഞൂടെ. അപ്പോൾ ആ റിസൾട്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും, ഉറപ്പായിട്ടും 0 ആയിരിക്കും ഡയഗണൽ എലമെൻറ്റ്സ് വരേണ്ടത് എ എന്ന് പറഞ്ഞ മെട്രിക്സ്. അത് മാത്രമല്ല, അതിൻ്റെ മിറർ ഇമേജസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മിറർ ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. നോക്കിക്കേ, ഇവിടെ -A1 ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് A1 ആണല്ലേ, ഇവിടെ -A2 ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് A2 ആണല്ലേ, ഇവിടെ -A3 ആകുമ്പോൾ ഇവിടെ A3 ആണ്. അപ്പം അങ്ങനെ ആയിരിക്കും നെഗറ്റീവ് മിറർ ഇമേജ് എന്നായിരിക്കും വരുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ, ഞാനൊരു 2/2 0 -1, അപ്പോൾ ഇവിടെ 1 ആയിരിക്കും. കണ്ടോ, -1 ആണെങ്കിൽ ഇവിടെ 1 ആയിരിക്കും. അതിൻ്റെ നെഗറ്റീവ് ഇമേജ് ആയിരിക്കും ഈ ഡയഗണലിന് അബൌട്ടായിട്ട് ഫോം ചെയ്യുന്നത്. അതാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ജനറലായിട്ട് പറയാനുള്ളൊരു കാര്യം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു 2-3 തിയറംസ് നോക്കാനുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തിയറം നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ തിയറം 1, A - B all transpose = A transpose - B transpose ആണ്. നമ്മൾ A+B all transpose = A transpose + B transpose എന്ന് നമ്മളൊരു പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ ട്രാൻസ്പോസിൽ, പക്ഷേ ഇത് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൂഫ്, ചെറിയൊരു പ്രൂഫായിട്ട് ഉണ്ട്, അത് നോക്കിക്കോ ഈ തിയറത്തിൻ്റെ. അപ്പോൾ ഈ A - B all transpose-നെ ഞാൻ എങ്ങനെ എഴുതി? ഈ മൈനസിന് A + B ട്രാൻസ്പോസ് എന്ന് എഴുതി അല്ലേ. ഈ സിമ്പിളൊക്കെ അത് സൈൻ കൺവേർഷൻ ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ ഇൻട്രോയിൽ പറയുന്നതാണ്. അപ്പോൾ അതിലൊക്കെ കൺഫ്യൂഷൻ ഉള്ളവർ നോക്കുക. അപ്പോൾ A + B ഓൾ ട്രാൻസ്പോസ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ A + B എന്ന് പറഞ്ഞാൽ എന്താ? A + B ഓൾ ട്രാൻസ്പോസ് ഫോർമുലയില്ലേ. A + B ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ A ട്രാൻസ്പോസ് + B ട്രാൻസ്പോസ്. ഇത് നമ്മൾ പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അത് വെച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്തേ. A ട്രാൻസ്പോസ് + -B ആണല്ലേ, -B ഓൾ ട്രാൻസ്പോസ് ഇങ്ങനെ എഴുതാമല്ലേ. ഇവിടെ ബീൻ്റെ സ്ഥാനത്ത് -B ആണ് വന്നേക്കുന്നത്, അതുകൊണ്ട് -B ഓൾ ട്രാൻസ്പോസ് എന്ന് എഴുതി. ഇനി നോക്കുക, A ട്രാൻസ്പോസ് അതേപോലെ തന്നെ എഴുതി +-B ഓൾ ട്രാൻസ്പോസ്. നമ്മൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിയും കൂടെ പഠിച്ചിട്ടുണ്ടല്ലേ, KA ഓൾ ട്രാൻസ്പോസ് = K × A ട്രാൻസ്പോസ്. ഈ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ Kൻ്റെ സ്ഥാനത്ത് ഇവിടെ എത്രയാണ്? -1 ആണല്ലേ. ഇതെന്ന് പറഞ്ഞാൽ എന്താ? -1 × B ഓൾ ട്രാൻസ്പോസ് എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അപ്പം -1 Kൻ്റെ സ്ഥാനത്ത് വന്നു, അപ്പം K പുറത്തെടുത്ത് എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ -1 പുറത്തെടുത്ത് എഴുതാം, -1. അപ്പം മൈനസും പ്ലസും കൂടെ മൈനസ് ആവും. അപ്പം -1 × B ട്രാൻസ്പോസ്. -1 × B ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ B ട്രാൻസ്പോസ് അല്ലേ. അപ്പോൾ A ട്രാൻസ്പോസ് - B ട്രാൻസ്പോസ്. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് തുടങ്ങി നമ്മൾക്ക് ഈ പ്രൂഫ് കിട്ടി. അപ്പോൾ A - B ഓൾ ട്രാൻസ്പോസ് = A ട്രാൻസ്പോസ് - B ട്രാൻസ്പോസ് എന്ന ഒരു റിലേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് തിയറം 1. ഇനി നമുക്ക് തിയറം 2 നോക്കാം. തിയറം 2 എന്താ പറയുന്നതെന്ന് വെച്ചാൽ തിയറം 2 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഫ് A and B ആർ സിമെട്രിക് matrices of same order, then AB minus BA is a skew symmetric matrix. Is skew symmetric.
അപ്പോൾ ഇതെന്താ പറയുന്നത്, എയും ബിയും ഒരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ഓഫ് ദ സെയിം ഓർഡർ ദെൻ എ ബി മൈനസ് ബി എ ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എ ബി മൈനസ് ബി എ ചെയ്ത ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ശരിയാണോ എന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കണ്ടേ, പ്രൂഫ്. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. അപ്പോൾ എയും ബിയും സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയുന്നത് സെയിം ഓർഡർ അല്ലേ. അപ്പം എ ബി മൈനസ് ബി എ ചെയ്യുമ്പം നമുക്ക് സ്ക്യൂ സിമെട്രിക് കിട്ടണം. സ്ക്യൂ സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ എന്താ കിട്ടേണ്ടത്, നമുക്ക് അവസാനം എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എ ബി മൈനസ് ബി എ ഓൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ ബി മൈനസ് ബി എ. ഇതല്ലേ, അതായത് എ ട്രാൻസ്പോസ് ചെയ്താൽ മൈനസ് എ കിട്ടണം, അതല്ലേ സ്ക്യൂ സിമെട്രിക്ക്. അപ്പോൾ എ ബി മൈനസ് ബി എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കണ്ടുപിടിച്ച് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ നെഗറ്റീവ് ഓഫ് എ ബി മൈനസ് ബി എ കിട്ടണം. അങ്ങനെ പ്രൂവ് ചെയ്യാൻ സാധിച്ചാലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് എ ബി മൈനസ് ബി എ ട്രാൻസ്പോസ് എടുക്കാം, ട്രാൻസ്പോസ് എടുത്ത് തുടങ്ങാം. അപ്പോൾ ട്രാൻസ്പോസ് എടുത്താൽ നിങ്ങളൊന്ന് നോക്കിക്കേ, എ മൈനസ് ബി ഓൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ്. തൊട്ട് മുമ്പത്തെ തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തല്ലേ, ആ ഫോർമുല ഇത് ചെയ്തുകൂടെ. അപ്പോൾ എ ബി ഓൾ ട്രാൻസ്പോസ് മൈനസ് ബി എ ഓൾ ട്രാൻസ്പോസ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലേ, ഈ ഒരു ഇത് വെച്ചിട്ട്. അപ്പോൾ എ ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസിൽ ഈ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ബി എന്നും എ ട്രാൻസ്പോസ് ഏത് ഞാൻ എഴുതി മൈനസ് എ ബി എന്ന് എഴുതി. ഇങ്ങനെ ഞാൻ എഴുതി. ഇങ്ങനെ എഴുതാൻ എനിക്ക് എങ്ങനെയാണ് സാധിച്ചത്, കാരണം ബി ട്രാൻസ്പോസിനെ ബി എന്ന് എഴുതാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിസസ് എന്ന് പറയുന്നുണ്ടല്ലേ. എയും ബിയും സിമെട്രിക് മെട്രിസസ് ആണ്. അപ്പോൾ സിമെട്രിക് മെട്രിസസിൻ്റെ പ്രോപ്പർട്ടി എന്താ, എ ട്രാൻസ്പോസ് ചെയ്താൽ എ തന്നെ കിട്ടും. അപ്പം ബി ട്രാൻസ്പോസ് ചെയ്താൽ ബി തന്നെ കിട്ടും, എ ട്രാൻസ്പോസ് ചെയ്താൽ എ തന്നെ കിട്ടും. സിമെട്രിക് മെട്രിക്സ് ആയത് എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ, ഈ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ അതാ ഞാൻ നെഗറ്റീവ് പുറത്തെടുത്തു, മൈനസ് പുറത്തെടുത്ത എ ബി മൈനസ് ബി എ എന്ന് എഴുതിക്കൂടെ. ഇതാ മൈനസ് ഇൻറ്റു എ ബി മൈനസ് എ ബി, ഈ ടേം കിട്ടി. മൈനസ് ഇൻറ്റു മൈനസ് ബി എ പോസിറ്റീവ് ബി എ, അപ്പോൾ ഈ ടേമും കിട്ടി. അപ്പോൾ ഇങ്ങനെ എനിക്ക് എഴുതാം അല്ലേ. ഇതാ മൈനസ് എ ബി മൈനസ് ബി എ ബി മൈനസ് ബി എ ഓൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, നെഗറ്റീവ് ഓഫ് എ ബി മൈനസ് ബി എന്ന് കിട്ടി. അപ്പോൾ ഈ തിയറം പറയുന്നത് ശരിയാണല്ലേ. എയും ബിയും സിമെട്രിക് മെട്രിക്സ് ഓഫ് സെയിം ഓർഡർ ആണെങ്കിൽ എ ബി മൈനസ് ബി എ ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് കിട്ടും. പിന്നെ ചിലവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ എ ഇൻറ്റു ബി ചെയ്യുന്നത് എങ്ങനെയാണ്. കാരണം എ ഇൻറ്റു ബി എപ്പോഴും ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും പോസിബിൾ ആകില്ലല്ലോ എന്നൊക്കെ ചിലർ ചിലപ്പോൾ ചിന്തിക്കാം, വളരെ ചുരുക്കം പേര്. അതിന് കാരണം എന്താ, ഇവിടെ സെയിം ഓർഡർ ആയതുകൊണ്ട് എങ്ങനെ സെയിം ഓർഡർ ആകുന്ന കാര്യങ്ങൾ സെയിം ഓർഡർ ആണെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഇപ്പോൾ എയിൻ്റെ ഓർഡർ 1 ഇൻറ്റു 2ഉം ബീൻ്റെ ഓർഡർ 3 ഇൻറ്റു 4ഉം ആണെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ പറ്റും, അല്ല സോറി, സെയിം ഓർഡർ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 ആണെങ്കിൽ എങ്ങനെ അത് ചെയ്യാൻ പറ്റും. കാരണം ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസും ഇവിടുത്തെ നമ്പർ ഓഫ് റോസും ഈക്വൽ അല്ലല്ലോ, പിന്നെ എങ്ങനെ അത് പോസിബിൾ ആകുന്നത്. ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ ഇവിടെ എങ്ങനെ എ ഇൻറ്റു ബി ചെയ്യുന്നതെന്നൊക്കെ വളരെ ചുരുക്കം പേർക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടാവും. അവർക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞു, ഈ സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും സ്ക്വയർ മെട്രിക്സസിൽ മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ, സ്ക്വയർ മെട്രിക്സസിൽ മാത്രം. അപ്പോൾ സെയിം ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം, 1 ഇൻറ്റു 1 വരാം, അല്ലെങ്കിൽ 2/2 വരാം, സോറി 1/1 വരാം, 2/2 വരാം, 3/3 വരാം, 4/4 വരാം അല്ലേ. അപ്പോൾ ഇപ്പോൾ 3/3 എ എന്ന് പറഞ്ഞൊരു 3/3 മെട്രിക്സ് ആണെങ്കിൽ ബിയും ഒരു 3/3 ആണ്, സെയിം ഓർഡറാണ്. അപ്പോൾ ഒരിക്കലും ഇത് മാറത്തില്ല. അപ്പോൾ എന്തായാലും അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഈ സ്ക്വയർ മെട്രിക്സിലാണ് ഈ സിമെട്രിക്കും സ്ക്യൂ സിമെട്രിയും ഡിഫൈൻ ചെയ്തേക്കുന്നതെന്ന് ആദ്യമേ മനസ്സിലാക്കുക. അപ്പം അത് അങ്ങനെ ഡൗട്ട് വരില്ല. അത് എല്ലാവർക്കും വരുന്ന ഡൗട്ടല്ല, വളരെ ചുരുക്കം പേർക്ക് വരുന്ന ഡൗട്ടാണ്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ തിയറം 2 മനസ്സിലായെന്ന് വിചാരിക്കുന്നു.